നഞ്ചിബിയിൽ നിന്ന് തുടങ്ങാം. സംഗമം തിരിച്ചടിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ആഗോള സംഗമം, അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ സർക്കാർ പറഞ്ഞത് ദേവസ്വം ബോർഡിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും ചെലവില്ലാതെ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലാണ് നടത്താൻ പോകുന്നത് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഒരു 2 കോടി രൂപയോളം ദേവസ്വം ബോർഡിന് കിട്ടാനുണ്ട്. അതൊന്ന്. 2, കണക്കുകളിലും ക്രമക്കേടുകളുണ്ട് എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമവും പാളിയോ? അതാണ്, ആഗോള അയ്യപ്പ സംഗമവും പാളി എന്നുള്ളതാണ്. പല തരത്തിലാണ്. ഒന്നാമത്തെ കാര്യം, കണക്കില്ല. 2, പല സാധനങ്ങളും കാണാനില്ല. 3, GST അടക്കമുള്ള വളരെ കാര്യമായി നടത്തേണ്ട അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിൽ വളരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഈ 3 കാര്യങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് വിശദമായി പറയുകയാണ്. ഇതൊന്നും പോരാത്തതിന് നിയമസഭയിൽ ദേവസ്വം മന്ത്രി കള്ളം പറഞ്ഞു എന്ന വളരെ ഗുരുതരമായൊരു ആരോപണവും ഉണ്ട്. അതിൽ നിന്ന് തുടങ്ങാം. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രത്യേകത 45 ദിവസത്തിനകം കണക്കുകൾ കോടതിയിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം, ഇത് നടന്നത് സെപ്റ്റംബറിലാണെന്ന് ഓർക്കണം. ഇത് നമ്മൾ ഫെബ്രുവരിയിലാണ് സംസാരിക്കുന്നത്. എത്ര നാൾ കഴിഞ്ഞു? 6 മാസമാകുന്നു. അപ്പോഴാണ് കണക്കുമായിട്ട് ചെല്ലുന്നത്. അതിൽ 2 കോടി രൂപ ദേവസ്വം ബോർഡ് കൊടുത്തത് തിരിച്ചടച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ദേവസ്വം മന്ത്രി പറഞ്ഞത്? പണം മുഴുവൻ, എത്രയാണെന്ന് പറയുന്നില്ല, പണം മുഴുവൻ സ്പോൺസർമാർ വഴി വന്നതുകൊണ്ട് ഞങ്ങളത് തിരിച്ചടച്ചു. കള്ളമാണേ. നിയമസഭയിൽ കള്ളം പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യാഘാതം? ഇത്ര ലാഘവത്തോട്, ഇത് അറിയാവുന്ന, ഇത് കണക്കാണ്, എഴുതി വച്ചിരിക്കുന്ന കാര്യമല്ലേ, ഇത്ര ലാഘവത്തോടു കൂടി ഒരു കാര്യം പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇന്ന് ഈ സംഭവം വിവാദമായതിനു ശേഷം ദേവസ്വം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് വളരെ പരിഹാസ്യമാണ്. ദേവസ്വം ഫണ്ടിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തിനായി എടുത്ത തുക റീകോപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തകൾ തെറ്റാണ് എന്ന് പറഞ്ഞാണ് ആ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. പക്ഷേ കണക്ക് വായിക്കുമ്പോൾ കൂട്ടി വരുമ്പോൾ ആദ്യം 5 കോടി ഉണ്ടായിരുന്നു. 2A എന്ന ബജറ്റ് ഹെഡിൽ നിന്ന് 5 കോടി രൂപ അയ്യപ്പ സംഗമത്തിന് കൊടുത്തു. അതിൽ 2 കോടി നമ്മൾ 4/10 നമുക്ക് തിരിച്ചു കിട്ടി. പിന്നെ 13/10 നമുക്ക് 1 കോടി കിട്ടി. അപ്പോൾ 2 1 എത്രയാണ്? 3. ബാക്കി 2 എവിടെ? അല്ല, അത് വരും. 2 വരുമൊന്നുമല്ല, 1 വരും. ഏത്? ഫെബ്രുവരി 21-ാം തീയതി വരും. അപ്പോൾ ബാക്കി 1. ഇതാണിന്ന് ഈ ഏറ്റവും അവസാനത്തെ ഒരു അരമണിക്കൂർ വന്ന വാർത്താക്കുറിപ്പാണ്. നിയമസഭയിൽ കള്ളം പറഞ്ഞ ദേവസ്വം മന്ത്രി, അതാണ് ഒരു വശം. 1. 2, ഈ കണക്കുകളിലെ പൊരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. 50 കട്ടിൽ കാണാനില്ല, അത്രേ. 15 മേശ കാണുന്നില്ല. ആകെ ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നത് 4000 പേരാണെന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക്. അന്ന് രാത്രി ഈ അയ്യപ്പ സംഗമം മുഴുവൻ കഴിഞ്ഞ് പോയിട്ട് അന്ന് രാത്രി ഫുഡ് അടിച്ചവരുടെ എണ്ണം 3000, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം 4000. ഇങ്ങനെ ഒരു തരത്തിലും സാമാന്യ യുക്തിക്ക് ചേരാത്ത രീതിയിലുള്ള, ഞാനിങ്ങനെ ചെറിയ ഭാഗങ്ങളാണ് പറഞ്ഞത്, മൊത്തം അബദ്ധ പഞ്ചാംഗമാണ്. ഇതൊന്നും പോരാത്തതിന് GSTയുടെ കാര്യത്തിൽ വളരെ ഗുരുതരമാണ്. ഏതാണ്ട് 62 ലക്ഷം രൂപ GST വഴി നമുക്ക് ഇൻപുട്ട് ക്രെഡിറ്റായി തിരിച്ചു കിട്ടേണ്ടതിന് ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട്, കൃത്യമായി ബില്ലില്ലാത്തതുകൊണ്ട് അത് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. സർക്കാരിന് അവിടെ നഷ്ടം. ഇതൊന്നും പോരാത്തതിന് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ശബരിമലയിൽ ഈ വിഷയമാകുമ്പോൾ കോടതിയിൽ പോയി പറഞ്ഞത് മുഴുവൻ സ്പോൺസർമാർ വഴി വരുമെന്നാണ്. ഇപ്പോഴും എത്ര സ്പോൺസർമാർ വന്നെന്നോ അതിനെക്കുറിച്ച് ഒരു രേഖയും ഒരിടത്തുമില്ല. നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് കേരള ബാങ്ക്, മറ്റൊന്ന് ധനലക്ഷ്മി ബാങ്ക്. ഞാൻ മനസ്സിലാക്കുന്ന ഇവർ 2 കോടിയാണ്. എത്ര രൂപയാണെന്നും പറയുന്നില്ല. ബാക്കി സ്പോൺസർമാർ ആരാ? എത്ര തുക കിട്ടി? ഇതെങ്കിലും പറയണ്ടേ? ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ലോ. ഇത്രയും വലിയ വിവാദങ്ങളുണ്ടായി, ഇത്രയും സംഭവങ്ങളുണ്ടായ ശേഷവും ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയ വിവാദം ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ കണക്ക് പോലും മര്യാദയ്ക്ക്, ഇത് പൊളിഞ്ഞു പോയെങ്കിൽ കള്ളക്കണക്കെങ്കിലും ഉണ്ടാക്കി വെക്കാനുള്ള ആ ബുദ്ധി പോലും കാണിക്കാതെ പരമാവധി പൊളിഞ്ഞ് പാളീസായി ഒന്നിനും ഒരു രേഖയും ഇല്ലാതിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടെയും ഊരാളുങ്കൽ എന്ന് പറയുന്ന സംവിധാനം വരുന്നുണ്ട്. ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ വർക്കുകൾ കൊടുക്കാം എന്നുള്ള സർക്കാരിൻ്റെ ഓർഡറുണ്ട്. പക്ഷേ ഇത് ഊരാളുങ്കലിൻ്റെ സബ്സിഡറി കമ്പനിയാണ്. അത് കോപ്പറേറ്റീവ് ഇതിൽ വർക്ക് ചെയ്യുന്നതല്ല, അതൊരു കമ്പനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കമ്പനിയാണ്, നോട്ട് കോപ്പറേറ്റീവ്. കോപ്പറേറ്റീവ് അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, പക്ഷേ അത് കമ്പനിയാണ്, സൊസൈറ്റിയുടെ കീഴിലുള്ള കമ്പനിയാണ്, സബ്ജക്ട് കറക്ഷൻ. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ടെൻഡർ അല്ലാതെ കൊടുക്കാൻ പാടില്ല, ടെൻഡർ കൊടുക്കണമായിരുന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെയും പ്രശ്നം. എവിടെയാണ് പ്രശ്നമില്ലാത്തത്? മൊത്തത്തിൽ കുഴപ്പമാണ്. അങ്ങനെ റിപ്പോർട്ട് ഒരു വശത്ത് നിൽക്കുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഈ പരിപാടി ചെയ്യുമ്പോൾ അതിനകത്ത് 8 ലക്ഷം രൂപയുടെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ നടത്തുന്നതായി പറയുന്നു. വലിയ ഹോട്ടലുകൾ ഇവർക്ക് മുറി ബുക്ക് ചെയ്തതിൻ്റെ കണക്ക് വരുന്നു. ഇതൊക്കെ ആളുകൾ ചോദിക്കാൻ പോകുന്നത്, ശബരിമലയിലെ ഒരു സംഗമത്തിന് വേണ്ടി നിങ്ങളൊരു നടത്തിയിട്ട് വലിയ ഹോട്ടലുകളിലൊക്കെ ബുക്ക് ചെയ്ത് 8 കോടി 7 കോടിയൊക്കെ ചിലവാക്കി ഒരു പരിപാടി നടത്തി. ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടതെന്ന ചോദ്യം സജീവമായി വരികയാണ്. സർക്കാരിന് ഇതിൽ പരം ഒരു തിരിച്ചടി വരാനില്ല.
ഇത് ഇത്രയും ഷാബിയായി കൈകാര്യം ചെയ്തതിൻ്റെ ഫലമാണ് സർക്കാരും ദേവസ്വം ബോർഡും അനുഭവിക്കുന്നത്. ഇപ്പം മന്ത്രി പറയുന്നുണ്ട് ഞാനല്ല ദേവസ്വം ബോർഡാണെന്ന്. ഇത്രയും വിവാദമുണ്ടായിട്ടും 40 ദിവസത്തിന് ശേഷം കണക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന 2 തവണ ആ കണക്കുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനുശേഷം ഒരു കണക്ക് വരുമ്പോൾ ആ കണക്കിൽ അടിമുടി കുഴപ്പമാണെങ്കിൽ ഇതുപോലെ അഴിമതി അവിടെ നിൽക്കട്ടെ, ഇതുപോലെ കെടുകാര്യസ്ഥത ശബരിമലയുടെ കാര്യത്തിൽ കാണിച്ച ഒരു ദേവസ്വം ബോർഡിനെ എന്ത് ചെയ്യണം? അതിന് മേൽനോട്ടം വയ്ക്കുന്ന സർക്കാരിനെ എന്ത് ചെയ്യണം? ഇനി ഇതെല്ലാം കഴിഞ്ഞു. ശബരിമലയിലെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ശബരിമല അയ്യപ്പ സംഗമം ശബരിമലയിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 2022 മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും 2025 എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിച്ചു. ആ മാസ്റ്റർ പ്ലാൻ എന്തായി? 1 രൂപ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി സ്പോൺസർമാർ വന്നോ? 1 രൂപയ്ക്ക്. ഞാനൊന്ന് ചെറുതായിട്ടൊരു കണക്ക് വായിക്കാം. 1000 ചില്ലുവാനും കോടിയുടെ കണക്കാണ് 2050 ആകുമ്പോഴത്തേക്കും തീരേണ്ടത്. 355 കോടി രൂപ അടിയന്തരമായി വേണം ഈ പല പല പദ്ധതികൾക്കായി. അതിൽ 39 കോടി പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഏരിയയ്ക്കും ഗണപതി കോവിലേക്ക് സുരക്ഷാ പാല നിർമ്മിക്കാനുമാണ്. ഏതാണ്ട് 10 കോടി രൂപ സന്നിധാനത്ത് പുതിയ പ്രസാദ മണ്ഡപം സ്ഥാപിക്കാനാണ്. 180 കോടി നിലയ്ക്കലിൽ സുരക്ഷാ ഇടനാഴിക്കും റോഡുകളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. 5 കോടി സന്നിധാനത്ത് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ അടിയന്തരമായി പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ പ്രോജക്റ്റ് ചലിച്ചിട്ടില്ല, ഒരൊറ്റ പ്രോജക്റ്റിന് സ്പോൺസർമാർ വന്നിട്ടില്ല. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തി, അതിന് വിവാദങ്ങൾ ഒരു വശത്ത്, അയ്യപ്പ സംഗമത്തിലെ കട്ടിലും മേശയും കാണാനില്ലെന്നോ അടിച്ചുകൊണ്ട് പോയെന്നോ പറയുന്ന കണക്കുകളില്ലാത്ത സംഗമത്തിൻ്റെ കുളം വേറൊരു വശത്ത്. ഇത് കൂടാതെ ഞാൻ കാണുന്ന ഏറ്റവും ഗൗരവമായ കാര്യം 6 മാസം കഴിഞ്ഞിട്ടും ഇത്രയും കൊട്ടിഘോഷിച്ച സർക്കാർ എല്ലാ പൊളിറ്റിക്കൽ സ്റ്റോമിനെയും മറികടന്നുകൊണ്ട് നടത്തിയ ഒരു പരിപാടിക്ക് ശേഷം സ്പോൺസർമാർ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് ദേവസ്വം ബോർഡിൻ്റെ പണി? എന്താണ് ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദാറ്റ്സ് മൈ കേസ്. Meet the editors.